കോൺഗ്രസിൽ ഈ നിലയിലൊരു ഉൾപ്പിരിവ് ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് പലസ്തീൻ വിഷയം ഉന്നയിച്ചുകൊണ്ട്, ഇപ്പോൾ രാമക്ഷേത്രം ഉന്നയിച്ചുകൊണ്ട് CPM നല്ല ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാം. ഇനിയിപ്പോൾ കോൺഗ്രസിൽ കൂടി ഒരു ഉൾപ്പിരിവ് ഉണ്ടാവുകയാണ് എങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സ്ഥിതിവിശേഷമാണോ CPM പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ഉൾപ്പിരിവുകൾ അത് അവരുടെ പ്രശ്നം. കോൺഗ്രസ് പാർട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ, പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ബേസിക് നിലപാട് എന്ത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ കൈയൊഴിയും. അതാണ് സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം. അത് എല്ലാ കോൺഗ്രസ്സുകാരും ഈ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അകത്ത് ഉയർന്നു വരുന്ന കലാപത്തിൻ്റെ ശബ്ദം എന്നതാണ് പുറത്തേക്ക് വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാഷ്ട്രവിരുദ്ധമായ, നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നില്ലെങ്കിൽ, വിശേഷിച്ചും കേരളത്തിൽ ആരാ കോൺഗ്രസിന് വോട്ട് ചെയ്യുക? കോൺഗ്രസിന് ആരും, അവർക്ക് ആകെയുള്ള ഒരു പരിവേഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈസ് എ സെക്യുലർ പാർട്ടി ഈവൻ നൗ ടുഡേ, ഇപ്പോഴും ആണ് എന്ന ഒരു പരിവേഷമല്ല. ആ പരിവേഷം കൂടി പോയാൽ പിന്നെ കോൺഗ്രസിന് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അപ്പോൾ ഇതാണ് പ്രശ്നം. അതിൻ്റെ അകത്ത് ഉൾപ്പിരിവല്ല, കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് പ്രശ്നം. ആ നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉതകുന്നതായിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നില്ല. അത് ഈ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ക്ഷണക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പലസ്തീൻ പ്രശ്നം, പലസ്തീൻ ഒരു മധ്യേഷ്യയിൽ നടക്കുന്ന ഒരു അന്തർദേശീയ പ്രശ്നമാണ്, നടക്കുന്ന മധ്യേഷ്യയാണ് എങ്കിൽ പോലും കേരളം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയും കോൺഗ്രസിന് നിലപാടില്ല. കോൺഗ്രസിൻ്റെ നിലപാട് നിർഭാഗ്യകരമാണ്. നോക്കൂ, കോൺഗ്രസ് പാർട്ടിയുടെ ഭരണമുണ്ടായിരുന്ന കാലത്താണ് ഈ ഇസ്രായേലിലേക്ക് ഇന്ത്യ വിസ കൊടുക്കാതിരുന്നത്. 70s ഏർലി 80s ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശ മന്ത്രാലയം കൊടുത്തിരുന്ന പാസ്പോർട്ടിൻ്റെ അടിയിൽ NB എന്ന് എഴുതിയിട്ടൊരു വാചകം ഉണ്ടായിരുന്നു. ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഇസ്രായേൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇസ്രായേലിലേക്ക് നമ്മൾ പാസ്പോർട്ട് കൊടുത്തിരുന്നില്ല. പാസ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിരുന്നു, 70s എടുത്തിട്ടുള്ള പാസ്പോർട്ട് ഏർലി 80s എടുത്ത പാസ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ എംബസി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നതാണ്. അതെ, അങ്ങനത്തെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിലപാട് പറയുമ്പോഴാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഇപ്പോൾ സുധാകരൻ, ഇപ്പോൾ നവകേരള സദസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നേതാക്കൾ പാർട്ടിക്ക് പുറത്തും സ്വീകാര്യമാകണം എന്നൊക്കെ പറയുന്ന അതേ ടോണിലും ടെനറിലും തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ സുധീരനും പറയുന്നത്, അല്ലേ? അല്ല, ഒട്ടുമല്ല. അത് രണ്ടും കൂടിയിട്ട് നിങ്ങളെങ്ങനെ സമരസപ്പെടുത്തും? അതായത് സുധാകരൻ പറഞ്ഞു CPIMൻ്റെ ഒരു നിലപാടാണ്, ഞങ്ങൾ പണ്ട് മുതലെടുക്കുന്നൊരു നിലപാടാണ്. കാരണം പാർട്ടിയുടെ മുഖങ്ങളായിട്ടുള്ള നേതാക്കൾ പാർട്ടിയുടെ അതിർത്തിയുടെ പുറത്തേക്ക് സ്വീകാര്യത ഉണ്ടാവണം. കൃഷ്ണപിള്ള അങ്ങനെയായിരുന്നു, EMS അങ്ങനെയായിരുന്നു, AKG അങ്ങനെയായിരുന്നു, നായനാർ അങ്ങനെയായിരുന്നു, VS അങ്ങനെയായിരുന്നു, പിണറായി അങ്ങനെയാണ്. ഓരോ പാർട്ടി പ്രവർത്തകരും പാർട്ടി സംഘടനാ മിഷനറിയുടെ ഉള്ളിലല്ല, പൊതുസമൂഹത്തിൽ സ്വീകാര്യരാവണം. അപ്പോഴല്ലേ ജനങ്ങൾ പാർട്ടിയുടെ കൂടെ അണിനിരക്കുക. അത് ഏത് കാലത്തും അങ്ങനെ, അത് പാർട്ടിയുടെ പൊതുവായിട്ടുള്ളൊരു ധാരണയാണ്. അങ്ങനെ ആകുന്നില്ല എന്ന അടിസ്ഥാനത്തിലാണ് സുധാകരൻ ഈ നിലപാട് പറയുന്നത്. നവകേരള സദസ്സിനിടെ വലിയ തോതിലുള്ള അക്രമം അഴിച്ചുവിടുന്നു. മാത്രമല്ല, അക്രമത്തെ താങ്കൾ ഇപ്പോൾ പറയുന്ന പിണറായി വിജയൻ ന്യായീകരിക്കുന്നു. അല്ല, സുധാകരൻ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അനുഭവത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കാര്യമൊന്നും പറയാൻ സുധാകരനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ഒരു കാര്യമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് അവിടുത്തെ ഒരു പ്രശ്നമായിരിക്കും. അതിനെ നിങ്ങൾ നവകേരള സദസ്സായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ട. അത് വലിയൊരു സംഭവമാണ് നവകേരള സദസ്സ്, അവിടേക്കൊന്നും നിങ്ങൾ വരണ്ട. സുധീരൻ്റെ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ ക്രൈസിസിൻ്റെ പ്രശ്നമാണ്. അതാണ് സുധീരൻ പറഞ്ഞത്. അതും സുധാകരനും കൂടി CPMും കോൺഗ്രസും ഏതാണ്ട് തുല്യമാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊന്നും ആക്കണ്ട. അതൊന്നും വാസ്തവമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? അത് രണ്ടും കൂടിയിട്ട് സമരസപ്പെടുത്താൻ, സാമ്യപ്പെടുത്താൻ പറ്റുന്ന സംഭവമേ അല്ല.
VM സുധീർ ഇപ്പോൾ പറഞ്ഞതായിട്ട് പറയുന്നത് KPCCയുടെ അകത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്, പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള ഐഡിയോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ഐഡിയോളജിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി ഇതിൽ എവിടെ നിൽക്കുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അതാണ്. നമ്മുടെ മതനിരപേക്ഷത എന്ന അടിത്തറയിൽ മാത്രമേ ഈ ഡെമോക്രസിക്ക് നിലനിൽക്കാൻ പറ്റൂ. ഇന്ത്യൻ ഡെമോക്രസി Debate with MV Nikesh Kumar.